ഹരേ കൃഷ്ണ. ഗുരുവായൂർ ക്ഷേത്രത്തിലെ ഉത്സവം അടുത്തു. അതുമായി ബന്ധപ്പെട്ട വീഡിയോ ചെയ്യേണ്ട സമയത്ത് ഞാൻ വേറൊരു വീഡിയോ ചെയ്യാനാണ് ഇപ്പോൾ വന്നത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ തന്നെ ഒരു വിഷയം നടക്കുന്നത് എല്ലാവർക്കും അറിയാമല്ലോ. 3 മാസം മുന്നേ നടന്ന ഒരു സസ്പെൻഷൻ ഇപ്പോൾ കുറച്ച് ദിവസങ്ങളായിട്ട് നല്ല രീതിയിൽ പ്രചരിക്കുന്നുണ്ട്. അദ്ദേഹത്തിന് കിരീടം രാമൻ നമ്പൂതിരിയെ ഒരു ദേവസ്വം അംഗത്തിനെ തൊഴാൻ സമ്മതിക്കാതെ ശ്രീകോവിലിൻ്റെ വാതില് കൊട്ടിയടച്ചതിൻ്റെ പേരിൽ സസ്പെൻഡ് ചെയ്തുവെന്നും അദ്ദേഹത്തിന് ഭഗവാനെ തൊഴാനുള്ള അനുവാദം ഇല്ലയെന്നും ഈ ഉത്സവത്തിന് പങ്കെടുക്കാൻ പറ്റില്ല എന്നും അങ്ങനെയൊക്കെ പറഞ്ഞ് പല രീതിയിലുള്ള വീഡിയോസ് അദ്ദേഹത്തിന് ഭഗവാന്റെ ഉപാസകനെ പുറത്ത് നിർത്തി എന്നൊക്കെ പറഞ്ഞിട്ട് പലതും. അപ്പോഴാണ് പല വീഡിയോയിലും KP വിശ്വനാഥൻ എന്ന ഭരണസമിതി അംഗത്തിൻ്റെ പരാതിയിന്മേൽ പുറത്താക്കി എന്ന് പറഞ്ഞ് കേട്ടിരുന്നു. അപ്പോൾ ഇന്ന് KP വിശ്വനാഥൻ സാറ് അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്ക് പേജിൽ ഒരു പോസ്റ്റ് ആദ്യമായിട്ട് ഇക്കാര്യത്തിൽ പ്രതികരിച്ചുകൊണ്ട് ഇട്ടിട്ടുണ്ട്. അപ്പോൾ ആ പോസ്റ്റ് ഒന്ന് നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഒരു വീഡിയോ ചെയ്യണത്. അപ്പോൾ അദ്ദേഹം ഇട്ട പോസ്റ്റ് ഞാനൊന്ന് വായിക്കാം. ഒരു നുണ 100 വട്ടം പറഞ്ഞാൽ അത് സത്യമാകും എന്ന ഗീബൽസിയൻ തന്ത്രം ഏതാനും ദിവസമായി എനിക്കെതിരെ ചിലർ ചേർന്ന് പത്രദൃശ്യ മാധ്യമങ്ങളിലൂടെ നടത്തി വരുന്നത്. എന്നെ നന്നായി അറിയാവുന്നവരും സ്നേഹിക്കുന്നവരുടെയും ആവശ്യപ്രകാരം യാഥാർത്ഥ്യം പറയാതെ വയ്യ. ശ്രീരാമൻ നമ്പൂതിരിയുടെ സസ്പെൻഷൻ പ്രചരിക്കുന്ന വാർത്തകൾ വസ്തുതാവിരുദ്ധം. ഗുരുവായൂർ ക്ഷേത്രത്തിലെ കീഴ്ശാന്തി ശ്രീരാമൻ നമ്പൂതിരിയെ പ്രവൃത്തിയിൽ നിന്ന് മാറ്റി നിർത്തിയതുമായി ബന്ധപ്പെട്ട് പ്രചരിക്കുന്ന മാധ്യമ വാർത്തകൾ വസ്തുതാവിരുദ്ധവും തെല്ലിട പോലും യാഥാർത്ഥ്യങ്ങളുമായി ബന്ധമില്ലാത്തതുമാണ്. ശ്രീരാമൻ നമ്പൂതിരിക്കെതിരെ നടപടിയെടുത്തത് ഭക്തരോടും ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയോടും തികഞ്ഞ ധാർഷ്ട്യവും ധിക്കാരവും അവഹേളനപരവുമായ പെരുമാറ്റത്തിന്റെ പേരിലാണ്. കഴിഞ്ഞ ഒക്ടോബർ 20-ന് ഏതാനും ഭക്തർ നിർമാല്യം തൊഴാനെത്തി ശ്രീ ഗുരുവായൂരപ്പന് മുന്നിൽ കാത്തു നിൽക്കുന്നതിനിടയിലാണ് ശ്രീരാമൻ നമ്പൂതിരി ശ്രീകോവിൽ വാതിൽ കൊട്ടിയടച്ചത്. ഇദ്ദേഹം ഡ്യൂട്ടിയിലുള്ളപ്പോൾ മാത്രമാണ് ഇത്തരം രീതി. ഇതുപോലെ പല സന്ദർഭങ്ങളിലായി വാതിൽ കൊട്ടിയടയ്ക്കുമ്പോൾ ഡോറിലെ മണികൾ തെറിച്ചു വീഴാറുണ്ട്. 4 മണികൾ ഇപ്പോൾ ശ്രീകോവിലിന്റെ വാതിലിൽ ഇല്ല. കേടുപാട് ഉണ്ടാക്കുന്ന രീതിയിൽ കനത്ത ശക്തിയിൽ വലിയ ശബ്ദത്തോടെ വാതിൽ കൊട്ടിയടച്ചതിനാൽ മണിക്കൂറുകൾ ക്യൂ നിന്നെത്തിയ ഏതാനും ഭക്തർ ദർശനം കാണാൻ കഴിയാതെ കണ്ണീരോടെ മടങ്ങേണ്ടി വന്നു. ഇതേസമയം ക്ഷേത്രം സുരക്ഷയിലുള്ള സെക്യൂരിറ്റി ഓഫീസറും മാനേജറും ക്ഷേത്രത്തിന് പടിഞ്ഞാറേ നടയിൽ എത്തി അവിടെ നിൽക്കുകയായിരുന്നു. എന്നെ വിവരം അറിയിക്കുകയായിരുന്നു. എന്നാൽ വാർത്ത ഞാനും ഭാര്യയും നടയിൽ നിൽക്കുമ്പോൾ നടയടച്ചു എന്നും അതിനാൽ ഞാൻ നൽകിയ പരാതിയിലാണ് കീഴ്ശാന്തിയെ മാറ്റിയതെന്നുമാണ്. ഇത് വസ്തുതയല്ല. CCTV പരിശോധിച്ചാൽ വ്യക്തമാണ്. ഞാൻ പരാതി നൽകിയിട്ടുമില്ല. ക്ഷേത്ര മാനേജറും SOയുമാണ് രേഖാമൂലം ഭരണസമിതിക്ക് പരാതി നൽകിയത്. ശ്രീരാമൻ നമ്പൂതിരി പതിവായി ശ്രീകോവിലിൽ അടയ്ക്കുന്നത് ഇങ്ങനെയാണെന്നും ആരും പറയുന്നത് അദ്ദേഹം അനുസരിക്കുക പോയിട്ട് ചെവിക്കൊള്ളുക പോലും ചെയ്യാറില്ലായിരുന്നു ദേവസ്വം സുരക്ഷാ ജീവനക്കാരുടെ മറുപടി. ഇത് സംബന്ധിച്ച് ലഭിച്ച പരാതി ഗുരുവായൂർ ദേവസ്വം ഭരണസമിതി ചർച്ച ചെയ്യുമ്പോൾ വസ്തുത അന്വേഷിക്കാൻ ശ്രീരാമൻ നമ്പൂതിരിയെ ഭരണസമിതി യോഗത്തിലേക്ക് വിളിച്ചിരുന്നു. എന്നാൽ ശ്രീ ഗുരുവായൂരപ്പനെ സേവിക്കുന്ന ഒരു ഉപാസകന്റെ ഔന്നത്യത്തിന് അന്തസ്സിനും ചേരാത്ത അങ്ങേയറ്റം ധിക്കാരവും പരിഹാസ്യവും നിറഞ്ഞ മറുപടിയാണ് ഇദ്ദേഹത്തിന്റെ ഭാഗത്തു നിന്നും ഉണ്ടായത്. ഉഗ്രകോപത്താൽ ആക്രോശിച്ചുകൊണ്ട് ഇതിനു മുൻപും പല കമ്മിറ്റികളും എനിക്കെതിരെ ഇത്തരം പരാതികൾ കെട്ടിച്ചമച്ച് നടപടി എടുത്തിട്ടുണ്ട്. എനിക്ക് ഒരു ചുക്കും സംഭവിച്ചിട്ടില്ല എന്നായിരുന്നു മറുപടി. നിയമം വഴി സ്ഥാപിതമായ ഗുരുവായൂർ ദേവസ്വം ഭരണസമിതിയെ പരിഹസിച്ച് യോഗത്തിൽ നിന്ന് ഇറങ്ങിപ്പോകുകയാണ് ഇദ്ദേഹം ചെയ്തത്. ശ്രീ ഗുരുവായൂരപ്പനെ സദാ ഉപാസിക്കുന്ന ശാന്തിക്കാരനിൽ നിന്ന് തരുമ്പു പ്രതീക്ഷിക്കാത്ത അസാമാന്യമായ പെരുമാറ്റത്തിനാണ് ഇയാൾക്കെതിരെ നടപടിയെടുത്തത്. അന്വേഷണ വിധേയമായി പ്രവൃത്തിയിൽ നിന്ന് മാറ്റിയതായാണ് പ്രസ്തുത വിവരം അറിയിച്ച് ശാന്തിയേറ്റ നമ്പൂതിരി മുഖേന നോട്ടീസ് നൽകിയെങ്കിലും ടിയാൻ നാളിതുവരെ നോട്ടീസ് കൈപ്പറ്റാനോ മറുപടി നൽകാനോ തയ്യാറായില്ല. പകരം മാധ്യമങ്ങൾ വഴി ദേവസ്വത്തെ വ്യക്തിപരമായി എന്നെയും അപകീർത്തിപ്പെടുത്താനാണ് ഇപ്പോൾ അദ്ദേഹം ശ്രമിക്കുന്നത്. ദേവസ്വത്തിൽ എത്രയോ ജീവനക്കാർ ശിക്ഷണ നടപടികൾ നേരിടുന്നു. അവർ തെറ്റ് ബോധ്യപ്പെട്ട് തിരിച്ച് ജോലിയിൽ പ്രവേശിക്കാറുമുണ്ട്.
ആരും ഭരണസമിതിയെ വെല്ലുവിളിക്കാനോ സമൂഹ മാധ്യമങ്ങളിലൂടെ അപകീർത്തിപ്പെടുത്തുന്ന സമീപനം സ്വീകരിക്കാറുമില്ല. ഇദ്ദേഹത്തിന്റെ പ്രവൃത്തി പൊതുസമൂഹവും ഭക്തജനങ്ങളും വിലയിരുത്തട്ടെ. സ്നേഹപൂർവം KP വിശ്വനാഥൻ, GDMC മെമ്പർ. ഇതാണ് അദ്ദേഹം ഇന്ന് ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഇത് കണ്ടപ്പോൾ ഇതുകൂടെ ഒന്ന് വീഡിയോ ചെയ്തിടാം എന്ന് തോന്നി. രണ്ട് ഭാഗവും കേട്ട് അല്ലെങ്കിൽ കണ്ട് ആർക്കാണ് നീതി നൽകേണ്ടത് എന്ന് തീരുമാനിക്കേണ്ടത് ശ്രീ ഗുരുവായൂരപ്പൻ തന്നെയാണ്. അദ്ദേഹത്തിൻ്റെ മുന്നിൽ നടക്കുന്ന ഓരോ കാര്യങ്ങളും അദ്ദേഹത്തിൻ്റെ കണക്ക് പുസ്തകത്തിൽ രേഖപ്പെടുത്തുന്നുണ്ട് എന്ന് എല്ലാവരും ഓർമ്മിക്കുക.